Hello guys, welcome back to my YouTube channel. So I might be looking a bit dull because I was not keeping well from past few days, but now I'm totally fine. So today this is a little room makeover video. So if you have been following me, you might know that I love home decor. And I'm super excited to share the living room makeover that I've done. You might remember the old video that I've uploaded, and you might remember how it exactly looked before, but now it has a complete different vibe, and I hope you love it too. So let me take you. So now let's talk about the changes that I've made. So first thing first, the sofa that I've purchased from Amazon. So Amazon വാങ്ങിയിട്ട് എനിക്ക് വലിയ എന്താ പറയുക കസ്റ്റമർ സർവീസ് വലിയ ഇഷ്ടമായിട്ടില്ല. ബിക്കോസ് ആമസോൺ വാങ്ങുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവുക. കുറേ പ്രാവശ്യം ഉണ്ട് അവർ തന്നെ സെല്ലർ തന്നെ എന്താ പറയുക റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യും. പൈസയും വരുമോ എനിക്ക് തന്നെ അറിയില്ല. ബിക്കോസ് ആമസോണിൻ്റെ കസ്റ്റമർ സർവീസ് ഒരിക്കലും കിട്ടില്ല. ഭയങ്കര എനിക്കിഷ്ടമല്ല. അത് ഫ്ലിപ്കാർട്ടൊക്കെ പൈസ എപ്പോഴാണ് നമ്മൾ റിട്ടേൺ ഒക്കെ ചെയ്താൽ അപ്പം തന്നെ തിരിച്ചു കിട്ടും. ആമസോണിൻ്റെ എനിക്ക് കുറച്ച് അങ്ങനത്തെ കാര്യത്തിലൊരു ഡൈസി ഫീലിംഗ് ആണ്. പക്ഷേ എനിക്ക് കിട്ടി. ഞാനൊരു സെൻറ്റർ ടേബിളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആമസോൺ പേയിൽ പൈസ ഇട്ടിട്ട് വാങ്ങിയോണ്ട് അതിൽ തന്നെ തിരിച്ചു വന്നു. അല്ലാണ്ട് എനിക്ക് മനസ്സിൽ തന്നെ ആവില്ല എനിക്ക് പൈസ വന്നോ ഇല്ലയോ. അവർ ബിക്കോസ് കുറേ 2-3 പ്രാവശ്യം എനിക്ക് പൈസ വന്നിട്ടില്ല. പിന്നെ ഞാനും കൂടുതൽ അതിന് പോയില്ല. 200-300 എന്തായിരുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മൾ സോഫ പുതിയത് വാങ്ങിയത്. നമ്മൾ രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട ടീൽ കളർ. നമുക്ക് രണ്ടാൾക്കും ബ്ലൂ വൈറ്റ് ഭയങ്കര ഇഷ്ടം. അതിലൊക്കെ രണ്ടാളും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇത് കളറാണ് രണ്ടാളും ചൂസ് ചെയ്തത്. ഇത് വീടിൻ്റെ അനുസരിച്ച് മേ ബി ഈ സോഫ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷേ ഇനി എന്തായാലും ഇത് വീട് മാത്രമല്ല, വേറെ വീട് വരുമല്ലോ. ഇത് ഭയങ്കര കൊച്ചു വീടാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഫുൾ അൺപാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് സോഫ സെറ്റാക്കി പഴയ സോഫ മാറ്റി ഞാൻ ലൈറ്റ് ഇട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സോഫേൻ്റെ കാല് വെച്ചിട്ടില്ല കേട്ടോ. കാല് നാളെ കാർപ്പൻ്ററിനെ വിളിച്ചിട്ട് കാല് നാളെ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഇനി എന്തൊക്കെയാണ് ചേഞ്ചസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഞാനൊക്കെ ഫസ്റ്റ് തൊട്ട് മാറ്റാനാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ സെൻറ്റർ ടേബിൾ വെച്ചു. ഞാൻ സെൻറ്റർ ടേബിളിന് വേണ്ടിയിട്ട് ഒരു വാസ് പുതിയത് വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചെന്നില്ലല്ലോ മിന്ത്ര ഫൈൻസിൽ പറഞ്ഞിട്ട്. ഇത് പ്യോർ ആൻഡ് ലിവിങ് ആ ബ്രാൻഡിൻ്റെ വാസാണ്. പിന്നെ ആമസോണിൽ നിന്ന് കുറച്ച് ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വാങ്ങി. പിന്നെ നമ്മൾ ആദ്യത്തെ ഡെക്കോർ തന്നെയാണ് അതിൻ്റെ മേലെ വെച്ചത്. ടേബിൾ റണ്ണറും അതൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ വാളിൽ തൂക്കിയ മിററും അതൊക്കെ സെയിം ആണ്. ജസ്റ്റ് ഇത് കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ ജസ്റ്റ് ഒരു ടീലിനൊരു പിങ്ക് മാച്ച് ആവും വിചാരിച്ചിട്ടാണ് ഈ കളറിൻ്റെ തന്നെ ഞാൻ ഫ്ലവേഴ്സ് വാങ്ങിയത്. അപ്പം ഞാൻ അതൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് കറക്റ്റുമായി. പിന്നെ ഇത് നമ്മൾ ഫൗണ്ടെയിനാണ്. ഇത് ഫൗണ്ടെയിൻ ഞാൻ ഓപ്പറേഷനിലാക്കിപ്പിച്ച് ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ മോട്ടർ കത്തിപ്പോയതായിരുന്നു. അപ്പോൾ അത് ശരിയാക്കി തന്ന്. പിന്നെ എൻ്റെ അടുത്ത് കുറേ എൻ്റെ യൂക്കുലേലുണ്ടല്ലോ, ഒരു കാര്യത്തിനും ഇല്ല. എനിക്ക് വായിക്കാറില്ല. ഞാൻ കുറേ ഇരുന്ന് പഠിക്കാൻ നോക്കിയതാണ്. ടൈം കിട്ടുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങിപ്പോവും. അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ കുറച്ച് ഇതല്ല കേട്ടോ ഫൈനൽ. ഞാൻ കുഷൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പം വെക്കുന്ന കുഷൻ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്ന് വെക്കുന്ന കുഷൻ അല്ല ഞാനിപ്പം വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മെല്ലെ എല്ലാ സാധനവും നമ്മൾ മറ്റേ സോഫ മാറ്റുമ്പം എല്ലാ സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാണ്. ഇത് കേർട്ടൻസൊക്കെ ഞാൻ ഒരേ അതിൽ വെക്കുകയാണ്. ഇത് കേർട്ടൻസ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്തോ അറിയില്ല, അത് ബ്ലൂ ലാസ്റ്റിലുള്ളത് ഒരു വൈബ് പോകുന്നില്ലേന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ബ്ലൂ ഞാൻ കുറേ നേരം നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ബ്ലൂ മാറ്റാം നമുക്ക്. അപ്പോൾ ഞാൻ ആ സൈഡിൻ്റെ 2 ബ്ലൂ ഇല്ലേ, അത് ഞാൻ എന്തായാലും അത് അവിടെ നിന്ന് പോക്കി ജസ്റ്റ് വൈറ്റ് ആക്കി. അത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിലാട്ടോ കാണുക, ഇപ്പം അല്ല കാണുക. ഇപ്പോൾ ജസ്റ്റ് അത് കൊച്ചു മേക്ക് ഓവർ വിതൗട്ട് ദ ലെഗ്സ്. സോഫേൻ്റെ ലെഗൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ നാളെ ഒരു വേറെ തന്നെ വീഡിയോയിൽ ലെഗും നമ്മളെ കുഷൻ കവറും കുറേ കുഷൻ കവർ ട്രങ്കിലായിരുന്നു, അതൊക്കെ പുറത്തെടുത്ത് വെച്ച് അതൊക്കെയാണ് ഞാൻ ഇട്ടത്. കുറച്ചൊരു മസ്റ്റേർഡ് അല്ല, ഒരു ഗോൾഡൻ ടൈപ്പുള്ള ഒക്കെ ഒരു തീം ഒക്കെ പോകാൻ വേണ്ടിയിട്ട്, എല്ലാ തീം വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.
ഇന്ന് ഞാൻ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് കാണിച്ചിട്ടില്ല, വാങ്ങാൻ പോകുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷേ പ്ലാന്റ്സ് ശരിക്കും വീടിനൊരു ഡിഫറെൻറ്റ് ടച്ച് തന്നെ തരുന്നതാണ്. ഞാൻ ബുദ്ധേൻ്റെ അടുത്തൊരു പ്ലാന്റ്സ് വെച്ച്, അതിൻ്റെ പേര് എനിക്കറിയില്ല, ഒരു നമ്മൾ ക്രിസ്മസ് ട്രീ പോലത്തെ, എനിക്ക് പേര് മറന്നുപോയി പെട്ടെന്ന്. പിന്നെ അവിടെ പാം വെച്ച്, അത് സൈഡിൽ കണ്ടോ, അത് അവിടെ വലുതാ. അത് ആദ്യത്തെ സ്റ്റേഷനിൽ ചെറുത് 400 രൂപ, ഇത് ഇത്ര വലുതായിട്ട് 600 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ കത്തിച്ച്, ഞാൻ അത് സോഫ മാറ്റിയിട്ടാണ് കത്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ സോഫേൻ്റെ മേലെ തന്നെ കിടന്ന് അത് ലൈറ്റ് കത്തിച്ച്. അപ്പോൾ ഇത് ഒരു വേറെ തന്നെ വൈബ് വരിക. മേ ബി ക്യാമറയിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സ്വന്തമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ക്യൂട്ട് ലിറ്റിൽ കോസി ഇൻ്റെ കോർണറാണ് അത്. ഇപ്പോഴും അവിടെ തന്നെ ഇരുന്നിട്ടാണ് ഞാൻ ഒക്കെ പഠിക്കുകയല്ല, വർക്ക് ചെയ്യുക, വെറുതെ ഇരിക്കുക, ജസ്റ്റ് ഒന്നുമില്ലെങ്കിൽ വെറുതെ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക. സോ ഇതിൻ്റെ ക്യൂട്ട് ലിറ്റിൽ കോർണർ. ഇതും ഒരു ലാമ്പാണ് കേട്ടോ, പക്ഷേ ഇതിൻ്റെ അത് വയറില്ല, പൊട്ടിപ്പോയി. അപ്പോൾ ഇത് എന്തായാലും മാറ്റുന്നതായിരിക്കും. ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ട്, ഇന്ന് ലീവായിട്ട് വന്നില്ല. പിന്നെ ഇത് ഒന്നും കൂടി പ്ലാൻ. അപ്പോൾ നമുക്ക് പ്ലാൻസ് ശരിക്കും ഇട്ടാൽ വേറെ ഭംഗി തന്നെ വരും റൂമിന്. കണ്ടോ, ഫുൾ അതിങ്ങനെ തൂങ്ങിയിരിക്കുന്ന ആർട്ടിഫിഷ്യലാണ് കേട്ടോ. അത് ലൈറ്റ് ഞാൻ കത്തിച്ചിട്ടുണ്ട്, അത് ബൾബ്സ്. പക്ഷെ അത് ഇത് വീഡിയോയിൽ കാണുന്നില്ല. മറ്റേ വാളിൽ തൂക്കിയ ബൾബ്സ് ഇല്ലേ, ബൾബ് പോലത്തെ, അത് ഡെക്കോർ, അതും കത്തുന്നുണ്ട്. പക്ഷെ ഇതിൽ കാണുന്നില്ല, ഡിം ലൈറ്റാണ്. മേ ബി ബാറ്ററി ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു വീട്. ഞാൻ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഐ ഹോപ്പ് യു ഓൾ ഓൾസോ ലൈക്ക് ഇറ്റ്. സോ ഇതാണ് എൻ്റെ കുഷനും എല്ലാം മാറ്റിയിട്ടുള്ള ഫൈനൽ മേക്ക് ഓവർ. ഞാൻ കാർപ്പറ്റും മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഞാൻ കാർപ്പറ്റും മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് ആദ്യത്തെ കാർപ്പറ്റ് ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു, ആ ഭയ ചീത്തയാക്കിയിട്ട് തന്നു. അപ്പോൾ പിന്നെ അത് ഒന്നിനും കൊള്ളൂല. അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇത്ര വില കൊടുത്ത് വാങ്ങി വേസ്റ്റ് ആയി പോയി. പിന്നെ നമ്മൾ ചണ്ഡീഗഡ് പോയിട്ട് പിന്നെ ഒരു കാർപ്പറ്റ് വാങ്ങി, അത് ഒരു ടോണിൻ്റെ സിൽവർ ആൻഡ് വൈറ്റ്. സോ ഐ ഹോപ്പ് യു ആൾ ലവ്ഡ് ഇറ്റ്. ബൈ.